CPM ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട MA ബേബി നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം അഭിനന്ദനങ്ങൾ. വലിയ ചുമതലയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. EMSന് ശേഷം ജനറൽ സെക്രട്ടറിയായി ഒരു മലയാളി വരുന്നു. പാർട്ടി ഏൽപ്പിച്ച ചുമതല എങ്ങനെ കാണുന്നു? ആദ്യമായി EMSന് ശേഷം എന്നൊക്കെ പറഞ്ഞ് എന്നെ അധൈര്യപ്പെടുത്തരുത്. കാരണം അങ്ങനെ നമുക്ക് ചരിത്രത്തിൽ ഒരേ ഉത്തരവാദിത്വത്തിലേക്ക് വരുന്ന ആളുകളെ മുമ്പ് വന്നവരുമായിട്ടെല്ലാം ബന്ധപ്പെടുത്തി പറയുമ്പോൾ യുഗപുരുഷന്മാരായിട്ടുള്ള നേതാക്കന്മാരായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ആദ്യത്തെ CPM ആയതിനു ശേഷമുള്ള ആദ്യത്തെ ജനറൽ സെക്രട്ടറി സഖാവ് P. സുന്ദരയ്യായാലും പിന്നീട് വന്ന EMSും സുർജിത്തും ഒക്കെ ആയാലും ഇവരെല്ലാം അത്തരത്തിലുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അഗ്നിവീഥികളിലൂടെ നടന്നു വന്നവരാണ് അവരെല്ലാം. പക്ഷേ അവർ പ്രകൃതിയുടെ ഇടപെടൽ നിമിത്തം ഒരു മനുഷ്യനും എല്ലാ കാലത്തേക്കും ജീവിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായി അതിനുശേഷം പുതിയ തലമുറയിൽപ്പെട്ടവർ ചുമതല ഏറ്റെടുക്കേണ്ടി വരും. അവരതിനു മുമ്പ് ഈ ചുമതല ഏറ്റെടുത്തവരുമായി സ്വയം താരതമ്യപ്പെടുത്താൻ ഒരുപെട്ടാൽ അത് വലിയ പ്രശ്നമായിത്തീരും. എന്നാൽ ഒരുപാട് പേര് പറയുന്നതാണ് ഇക്കാര്യം. അപ്പം എന്തായാലും മുമ്പ് ഈ ചുമതല നിർവഹിച്ചിരുന്ന മഹാവിപ്ലവകാരികളുടെ പാരമ്പര്യത്തിന് ഒരു ക്ഷതമേൽപ്പിക്കാത്ത വിധത്തിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള ഈ ചുമതല നിറവേറ്റാൻ വേണ്ടി നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാവണം. എവിടെങ്കിലും എന്തെങ്കിലും പതർച്ചയോ പിഴവുകളോ ഉണ്ടായാൽ നിങ്ങളെല്ലാം സ്നേഹബുദ്ധിയെ ചൂണ്ടിക്കാണിക്കണം. പാർട്ടിയിലെ ലക്ഷക്കണക്കിന് സഖാക്കൾ എനിക്കുള്ള ബലഹീനതകൾ പരിഹരിക്കാൻ കഴിയുന്ന പ്രതിഭാശാലികളാണ്. ഇപ്പോൾ പ്രഭാത് പട്നായിക്കിനെ പോലുള്ള ലോകം തന്നെ ആദരിക്കുന്ന വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം CPIMൻ്റെ മെമ്പറാണ്. അതുപോലുള്ള വലിയ പ്രതിഭാശാലികൾ ഒരുപാട് പേര് ഈ പാർട്ടിയിൽ അംഗങ്ങളായിട്ടുണ്ട്. അവരേത് ഉത്തരവാദിത്വം വഹിക്കുന്നു എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. പാർട്ടി പ്രവർത്തിക്കുന്നത് പാർട്ടിയിലെ ലക്ഷക്കണക്കിന് സഖാക്കളുടെ ബുദ്ധിയും ശക്തിയും അനുഭവ സമ്പത്തും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. ആ നിലയിൽ സഖാവ് P. സുന്ദരയും EMSും ഹർകിഷൻ സിംഗ് സുർജിത്തും ഒക്കെ ജനറൽ സെക്രട്ടറിമാരെന്നുള്ളതിനെ നിർവഹിച്ച ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമം അത് ഇന്നത്തെ സാഹചര്യത്തിൽ തുടരുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ സുന്ദരയ്യയുടെ കാലം മുതൽ സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലം വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ സാഹചര്യമല്ല MA ബേബിക്ക് മുന്നിൽ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഉള്ളത്. ചെറിയ ഉത്തരവാദിത്വമല്ല. അന്നത്തെ സംഘപരിവാറല്ല ഇപ്പോഴത്തെ സംഘപരിവാർ. അതിനെ എങ്ങനെയാണ് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ MA ബേബി കാണുന്നത്? വളരെ അസാധാരണമായൊരു സാഹചര്യമാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. നവഫാസിസ്റ്റ് പ്രവണതകൾ അതിൻ്റെ എല്ലാ ബീഭത്സ രൂപത്തിലും പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രംഗത്തും ഇത് വരുന്നുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തെയോ ഏതെങ്കിലും രാഷ്ട്രീയ നിലപാടുകളെയോ ന്യായീകരിക്കുന്ന സിനിമയൊന്നുമല്ല ഇപ്പോൾ എമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് രക്തമൊലിപ്പിക്കേണ്ടി വന്ന ഒരു സിനിമ. ആ സിനിമയ്ക്ക് രക്തമൊലിപ്പിക്കേണ്ടി വന്നു എന്നുള്ളത് മാത്രമല്ല, അതിൽ തന്നെ വിചിത്രമായ കാര്യം RSSകാരാൽ കുത്തിനിറയ്ക്കപ്പെട്ട ഫിലിം സെൻസർ ബോർഡ് പ്രദർശന അനുമതി നൽകിയ സിനിമയാണ്. അതിനുശേഷം ഇന്ത്യയിലെ ഒരു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട ഒരു സംഭാഷണം ആ സിനിമയിൽ ഒരു ഭാഗത്തുണ്ട് എന്നതിൻ്റെ പേരിൽ ഗവൺമെൻറ് ഇടപെട്ട് നിരോധിക്കുന്നതിന് പകരം ഭരണഘടനാ ബാഹ്യമായ ഇടപെടലാണ്. സംഘപരിവാറിൻ്റെ മുഖപത്രത്തിൽ ഓർഗനൈസറിൽ ഇതിനെ വിമർശിച്ചുകൊണ്ട് ലേഖനം വരികയാണ്. എന്നിട്ട് ഈ ചലച്ചിത്ര പ്രവർത്തകർ ചില ഭാഗം നീക്കം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കും എന്ന ഭീഷണി അവർക്ക് കൊടുക്കുകയാണ്. ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ പലതും ചെയ്തിട്ടുള്ളത്. മുസോളിനിയുടെ ഇറ്റലിയിലും അങ്ങനെയാണ്. അപ്പം അതിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ, എന്നാൽ അത്തരം പ്രവർത്തനങ്ങളെല്ലാം പുതിയ രൂപത്തിലാണ് ഇപ്പം നരേന്ദ്രമോദിയും കൂട്ടരും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നവഫാസിസം, പുതിയ കാലത്തെ ഫാസിസം എന്നാണ് അതിൻ്റെ അർത്ഥം. ചിലർ ഈ നവഫാസിസം എന്നുള്ള പ്രയോഗത്തെ ഫാസിസത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്ന ഒരു പ്രയോഗമായിട്ട് പറയുന്നുണ്ട്. അത് ഇതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ട്. എന്തായാലും അതിഭീകരമായൊരവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. ആ ഭീകരതയുടെ ഒരു ഭാഗം കുറേ മുമ്പ് അനുഭവിച്ച ഒരു ചാനലിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളെ അടച്ചുപൂട്ടുകയുണ്ടായി. അപ്പം നിങ്ങളുടെ ചില നിലപാടുകളോട് വിമർശനമുള്ള ഒരു പ്രസ്ഥാനമാണ് ഞാൻ. CPMൻ്റെ നിലപാടുകളോട് നിങ്ങൾക്ക് വിമർശനം ഉണ്ടാകാം. പക്ഷേ ആ വിമർശനങ്ങൾക്കെല്ലാം സഹവർത്തിക്കാൻ കഴിയേണ്ടതാണ് ജനാധിപത്യ സമൂഹം. എന്നാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് ചെയ്താൽ ഞങ്ങൾ തകർക്കും. അങ്ങനെ നീങ്ങുകയാണ് നരേന്ദ്രമോദിയും കൂട്ടരും. അത്തരമൊരു സാഹചര്യത്തിൽ CPIMൻ്റെ ഉത്തരവാദിത്വം വളരെ ഭാരിച്ചതാണ് എന്ന് താങ്കൾ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പാർട്ടിക്ക് മാത്രം നിർവഹിക്കാൻ കഴിയുന്നതല്ല ഇതിനെതിരായിട്ടുള്ള പോരാട്ടം. വളരെ വിസ്തൃതമായ ഒരു സമരവേദി രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ഇവിടെ സമാപിച്ച പാർട്ടി കോൺഗ്രസ് എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം ഈ
നരേന്ദ്രമോദി, അമിത്ഷാ, മോഹൻ ഭഗത്, RSS തലവൻ, ഇവർ ചേർന്നിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അവർ ഈ രാജ്യത്തെ ഒരു പൂർണ്ണ ഫാസിസത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത് തടയാൻ ഇന്ത്യയിലെ ജനങ്ങളെ ബോധവൽക്കരിക്കണം. തൊഴിലാളി വർഗം, കൃഷിക്കാർ, യുവാക്കൾ, മഹിളകൾ, വിവിധ വിഭാഗത്തിൽപ്പെട്ടവർ, മാധ്യമങ്ങൾ, ബുദ്ധിജീവികൾ, സാമൂഹ്യ വിഭാഗങ്ങൾ, ഇവരെല്ലാം ബോധവൽക്കരിച്ച് അണിനിരത്തണം. ആ ഉത്തരവാദിത്വമാണ് കടമയായിട്ട് 24-ാം പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ കടമയെല്ലാം നിർവഹിക്കണമെങ്കിൽ സ്വതന്ത്രമായി CPIM-ൻ്റെ സ്വാധീനവും ശക്തിയും വർദ്ധിക്കണം. അതാണ് സമാന്തരമായ വലിയൊരു ഉത്തരവാദിത്വം. ഇത് രണ്ടും ഇവിടെ നടന്ന ചർച്ചയിലൂടെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ വേണ്ട നടപടിയാണ് ഇനി പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റികളുടെയും ബ്രാഞ്ചുകളുടെ സഹകരണത്തോടുകൂടി ഏറ്റെടുത്ത് നിർവഹിക്കാറുള്ളത്. ഇപ്പോൾ പാർട്ടി സ്വന്തമായിട്ട് ശക്തി വർദ്ധിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഒരു മുന്നണി സംവിധാനം ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട്, ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ. ആ സംവിധാനത്തിൽ പൂർണ്ണ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ പാർട്ടി സ്വന്തമായി ശക്തി വർദ്ധിപ്പിക്കണമെന്ന നിലപാടിലേക്ക് CPM എത്തിച്ചേരുന്നത്? അല്ല, ഒന്നാമതായി ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ്, വളരെ ലൂസായിട്ട്. അത് മുന്നണിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പം ഈ മുന്നണിയിൽ ഉണ്ടെന്ന് സങ്കല്പിക്കപ്പെടുന്നതാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. അവർ പരസ്പരം മത്സരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ പ്രവൃത്തിയിൽ നിന്ന് തന്നെ ഇതൊരു വേദിയാണ്. അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മുഖ്യമായിട്ടും ആ വേദി രൂപപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ വേദി നന്നായിട്ട് പ്രവർത്തിച്ചു. കുറേ കൂടി നന്നായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ 2% താഴെ മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടി മറികടക്കാൻ കഴിയുമായിരുന്നു. അപ്പം ആ വേദിയിൽ ഉൾപ്പെട്ട എല്ലാ പാർട്ടികളും ആത്മവിശ്വാസം നടത്തണം. നമ്മൾ BJP-യെ തോൽപ്പിക്കാൻ പറ്റിയൊരവസരമായിരുന്നു. കുറച്ചും കൂടെ ശ്രദ്ധിച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെടുത്താമായിരുന്നു. അതിൽ നമ്മൾ വേണ്ടത്ര ജാഗ്രത പാലിച്ചില്ലല്ലോ എന്നുള്ള ഉള്ളിലുള്ള ചർച്ചയും സ്വയംവിമർശനവും നടത്തേണ്ടതുണ്ടെന്ന് കൂടി ഞാൻ കൂട്ടത്തിൽ പറയുകയാണ്. പക്ഷേ പാർട്ടി സ്വാധീനം കൂടുതൽ വർദ്ധിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യ ബ്ലോക്ക് കൊണ്ട് തന്നെ കാര്യം നടക്കില്ല എന്ന് ഉള്ളത് കൊണ്ടല്ല. ഇന്ത്യ ബ്ലോക്ക് കൊണ്ട് കാര്യം നടക്കണമെങ്കിൽ CPM-ൻ്റെ സ്വതന്ത്രമായ ശക്തിയും വർദ്ധിക്കണം. അപ്പോഴേ CPM-ന് സംഭാവന നൽകാൻ കഴിയുള്ളൂ. ആ അർത്ഥത്തിലാണ് സ്വതന്ത്രമായി CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെ പൊതുവിലും, CPM മാത്രം ശക്തിപ്പെട്ടാൽ പോരാ, ഇടതുപക്ഷം പൊതുവിൽ ശക്തിപ്പെടണം. മതനിരപേക്ഷ രാഷ്ട്രീയ ശക്തികളും അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കണം. ഇന്ത്യ ബ്ലോക്കിലുള്ള പാർട്ടികൾക്ക് നവഫാസിസ്റ്റ് പ്രവണതകൾ അതിവേഗം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര BJP ഭരണത്തിനെതിരെ, പിന്നെ നരേന്ദ്രമോദി ഭരണത്തിനെതിരെയുള്ള പോരാട്ടത്തിന് ഈ ഇന്ത്യ ബ്ലോക്കിലെ പാർട്ടികൾ ഓരോന്നും എങ്ങനെ സ്വയം സജ്ജമാകണം എന്നുള്ളതിനെക്കുറിച്ചും കാഴ്ചപ്പാട് വേണം. അവിടെ ഈ നവഫാസിസത്തിൻ്റെ ആപത്ത് മാത്രം ജനങ്ങളോട് പറഞ്ഞാൽ പോരാ. ഈ നവഫാസിസം അംബാനിമാരെയും അദാനിമാരെയും സൃഷ്ടിച്ചുകൊണ്ട് ജനാധിപത്യ സ്വാതന്ത്ര്യം മാത്രമല്ല കൊള്ളയടിക്കുന്നത്, സാമ്പത്തികമായി ജനങ്ങളെ കൊള്ളയടിച്ച് കുത്തക മുതലാളിമാരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിനൊരു സാമ്പത്തിക വശമുണ്ട്. അപ്പോഴാണ് സാമ്പത്തിക നയം എന്തായിരിക്കണം. അവിടെ കോൺഗ്രസ് ആത്മവിശ്വാസം നടത്തണം. കാര്യം നരേന്ദ്രമോദിയും കൂട്ടി നടപ്പാക്കുന്ന സാമ്പത്തിക നയത്തെ വിമർശിക്കുമ്പോൾ നരേന്ദ്രമോദി എന്താ പറയുന്നത്? ഞാൻ നടപ്പാക്കുന്നത് മൻമോഹൻ സിംഗും നരസിംഹറാവു നടപ്പാക്കിയ സാമ്പത്തിക നയം തന്നെയല്ലേ? അതിനകത്ത് കുറേ വാസ്തവമുണ്ട്. നരസിംഹറാവു മൻമോഹൻ സിംഗും നടപ്പാക്കിയ സാമ്പത്തിക നയത്തെ കൂടുതൽ മുതലാളിത്ത ചൂഷക ശക്തികൾക്ക് അനുകൂലമായി നരേന്ദ്രമോദിയും അദാനിയും അംബാനിയും ചേർന്ന് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ കോൺഗ്രസ് കുറച്ചുകൂടെ ജാഗ്രതയോടുകൂടി കാണണം. അതേപോലെ ഈ ഇന്ത്യ മുന്നണി എന്ന ആ ബ്ലോക്കിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ് കാര്യമായി ഇടപെടൽ നടത്തില്ല എന്നൊരു വിമർശനം CPM-നുണ്ടോ? അല്ല, ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനത്തിൽ കോൺഗ്രസിൻ്റെ ബലഹീനതയെക്കുറിച്ചൊക്കെ പിന്നെ ഇന്ത്യ ബ്ലോക്ക് എന്ന തരത്തിൽ, ഇന്ത്യ ബ്ലോക്ക് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, മുന്നണി എന്നല്ല. മുന്നണിയാണെങ്കിൽ പിന്നെ കോൺഗ്രസും പിന്നെ ആം ആദ്മി പാർട്ടിയും കൂടെ ഡൽഹി മത്സരിക്കൂ. അപ്പോൾ ഒരു ബ്ലോക്കാണ്. അപ്പം അതിൻ്റെ പ്രവർത്തനത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ പലരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി പിന്നെ ഒമർ അബ്ദുള്ള എന്താ പറഞ്ഞത്? ഇന്ത്യ മുന്നണിയുടെ നേതൃത്വസ്ഥാനം പ്രവർത്തനങ്ങളിലൂടെ കോൺഗ്രസ് അതിൻ്റെ അർഹത നേടിയെടുക്കുകയാണ് വേണ്ടത്. മമതാ ബാനർജി ഇന്ത്യ ബ്ലോക്കിൽപ്പെട്ട ഒരു പാർട്ടിയാണ് തൃണമൂൽ. മമതാ ബാനർജി പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാം. എന്നാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ ഇന്ത്യ ബ്ലോക്കിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെയും
കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രശസ്തമായ മുഖം, അംഗീകരിക്കപ്പെട്ട മുഖം രാഹുൽ ഗാന്ധിയുടേതാണ്. ശ്രീ രാഹുൽ ഗാന്ധിയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന സമീപനവുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ബ്ലോക്ക് ബി ജെ പിക്കെതിരായിട്ട് ഇനിയും ആവശ്യമുണ്ട് എന്ന് CPIM കരുതുന്നു എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ കോൺഗ്രസുമായിട്ട് സംസാരിക്കാൻ കിട്ടുന്ന അവസരത്തിൽ പറയുന്നതായിരിക്കും നല്ലത്, പരസ്യമായിട്ട് പറയാതിരിക്കുകയാണ് നല്ലത്. അതെ, രാഹുൽ ഗാന്ധിയുടെ കാര്യം പറയുമ്പോൾ രാഹുൽ ഗാന്ധി സീതാറാം യെച്ചൂരി അടുത്ത സൗഹൃദം പുലർത്തുന്ന ആൾക്കാരായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിൽ പോലും രാഹുൽ ഗാന്ധി ഇടപെടുകയും മറ്റും ചെയ്തിട്ടുണ്ട്. പുതിയ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയായിട്ട് സീതാറാം യെച്ചൂരി സൂക്ഷിച്ച അതേ സൗഹൃദം MA ബേബി സൂക്ഷിക്കുമോ? യഥാർത്ഥത്തിൽ സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയുമായിട്ട് ബന്ധപ്പെടാൻ അവസരമുണ്ടായത് എന്തുകൊണ്ടാണ്? സീതാറാം യെച്ചൂരി CPMൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്. അവിടെ പിന്നെ കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് ഖാർഗെയുണ്ട്, പിന്നെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള സോണിയാഗാന്ധി അതിനകത്ത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട ആളായിട്ടുണ്ട്. ലോക്സഭയിലെ നേതാവും പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയും മുമ്പ് 2 ലോക്സഭകളിൽ ഉണ്ടായിരുന്നില്ല കോൺഗ്രസ്സിന്. അതുകൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ, അന്നൊന്നും കോൺഗ്രസ് ഗ്രൂപ്പിൻ്റെ നേതൃത്വ സ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിരുന്നില്ല, മറ്റാളുകളാണ് കോൺഗ്രസ് ഗ്രൂപ്പിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിരുന്നത്. അന്ന് വിമർശനം ഉണ്ടായിരുന്നു. കോൺഗ്രസിന് ബുദ്ധിമുട്ടുള്ള സമയത്ത് അതിൻ്റെ നേതൃത്വ സ്ഥാനത്തിരുന്ന് ലോക്സഭയിൽ അതിനെ നയിക്കാൻ ശ്രീ രാഹുൽ ഗാന്ധി തയ്യാറായില്ല എന്നുള്ള വിമർശനം, അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യങ്ങളാണ്. ഇപ്പം പ്രതിപക്ഷ നേതാവാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി. സീതാറാം യെച്ചൂരി ജീവിച്ചിരുന്ന കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കാലമായിരുന്നു അത്. അന്ന് ഇന്ത്യ ബ്ലോക്ക് എന്നുള്ള തരത്തിലുള്ള പ്രവർത്തനം വളരെ സജീവമായി നടക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് ഇന്ത്യ ബ്ലോക്കിൽ വന്ന പാർട്ടികളുടെ നേതാക്കന്മാർ പരസ്പരം ബന്ധപ്പെടുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് CPM, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, CPMൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് തന്നെ കേരളത്തിലുണ്ട്. മുമ്പ് 2 ഗവൺമെൻറ്റുകൾ ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായിരുന്നു. അങ്ങനെ CPIMന് പാർലമെൻറ്റിൽ CPIMനുള്ള അംഗബലത്തെ കവിഞ്ഞുള്ള ഒരു ശ്രദ്ധയും പരിഗണനയും ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. പിന്നെ സീതാറാം യെച്ചൂരി രാജ്യസഭാംഗം എന്നുള്ള തരത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ CPM നേതാവെന്നുള്ളതോടൊപ്പം തന്നെ രാജ്യസഭയിലെ വളരെ ശ്രദ്ധിക്കപ്പെടുന്നൊരു ശബ്ദമായിരുന്നു സീതാറാം യെച്ചൂരി എന്നുള്ളതിൻ്റെ അംഗീകാരം ഉണ്ടായിരുന്നു. അങ്ങനെ CPMൻ്റെ നേതാവെന്നുള്ള നിലയിലാണ് ബന്ധപ്പെട്ടിരുന്നത്. ആ സഖാവ് മരിച്ചുപോയത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇനി സീതാറാമുമായിട്ട് ബന്ധം തുടരാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് CPMുമായി മുമ്പ് ഉണ്ടായിരുന്ന പോലെയുള്ള ബന്ധം കോൺഗ്രസ്സിന് പിന്തുടരേണ്ട ഒരു സാഹചര്യം വന്നാൽ അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ CPMൻ്റെ നേതൃത്വം കോൺഗ്രസിൻ്റെ നേതൃത്വമായിട്ട് ബന്ധപ്പെടും, ആശയവിനിമയം നടത്തും, എങ്ങനെ പരസ്പരം സഹായിക്കാൻ പറ്റും എന്നുള്ള കാര്യം അന്വേഷിക്കും. അതെ, ഫാസിസത്തെക്കുറിച്ച് പറയുമ്പോൾ ക്ലാസിക്കൽ ഫാസിസത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം എതിർ ശബ്ദങ്ങൾ ഉയർത്തുന്നവരെ ഇല്ലാതാക്കുക, സ്വേച്ഛാധിപത്യം എന്നൊക്കെയാണ്. അപ്പോൾ എതിർ ശബ്ദം ഉയർത്തുന്നവരെ ഇല്ലാതാക്കാൻ വേണ്ടി മോദി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, വിമത ശബ്ദങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത്. ആ സ്വഭാവത്തെ എന്തുകൊണ്ടാണ് CPM നവഫാസിസം എന്ന് പേരിട്ട് വിളിക്കുന്നത്? ഒരു ടെർമിനോളജിയിലെ ഒരു പ്രശ്നം കൊണ്ട് ഫാസിസം അല്ലാതായി മാറുന്നുണ്ടോ? ഫാസിസം എന്ന സങ്കല്പനം 1920കളിലാണ് ആവിർഭവിക്കുന്നത്. ഫാസിസം എന്ന പ്രയോഗം ആദ്യം നടത്തിയത് മുസോളിനിയാണ്. ജർമ്മനിയിലും ഫാസിസം വന്നു. പക്ഷേ ജർമ്മനിയിൽ വന്ന ഫാസിസത്തെ നാസിസം എന്നാണ് വിളിച്ചത്. വേണമെങ്കിൽ ചർച്ചയാകാമായിരുന്നു. ഫാസിസം ഭീകരമാണ്, അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനാണ് നിങ്ങൾ ജർമ്മനിയിൽ വന്നതിനെ ഫാസിസം എന്ന് വിളിക്കുക, നിങ്ങൾ നാസിസം എന്ന് വിളിച്ചത്. അതൊക്കെ അബദ്ധജടിലമായ ചർച്ചകളാണ്. ഇപ്പം നവഫാസിസം എന്നുള്ള പ്രയോഗം എന്തുകൊണ്ട് വന്നു? യൂറോപ്പിൽ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും കഴിഞ്ഞ 2-3 ദശകങ്ങളായി മുസോളിനിയും ഹിറ്റ്ലറും ഫ്രാങ്കോയും ഒക്കെ പിന്തുടർന്നു പോകുന്നതിനുള്ള വിമത ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന, കായിക ബലം ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളെ വകവരുത്തുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങി. അങ്ങനെ ഉയർന്നു വന്ന പാർട്ടികൾക്ക് ഹിറ്റ്ലറുടെ പാർട്ടിയോടും മുസോളിനിയുടെ പാർട്ടിയോടും ഒക്കെ സാമ്യമുണ്ട്. എന്നാൽ കാലം മാറുമ്പോൾ ഒന്നും അതുപോലെ ആവർത്തിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് മാറിയ കാലത്തെ ഫാസിസം, ആ ഫാസിസത്തെ സൂചിപ്പിക്കാനാണ് നിയോ ഫാസിസം എന്ന പ്രയോഗം വന്നത്. മുതലാളിത്ത സാമ്പത്തിക നയങ്ങൾ പുതിയ കാലഘട്ടത്തിൽ വരുന്നതിനെയാണ് നിയോ ലിബറലിസം. പേര് കേൾക്കുമ്പോൾ ആകർഷകമായ ലിബറലാണ്, പുതിയതാണെന്നൊക്കെ തോന്നും. പക്ഷേ തീവ്ര മുതലാളിത്തത്തിനുള്ള ഒരു ന്യൂനോക്തി എന്ന് പറയാവുന്നതാണ്. അതിൻ്റെ ഒരു കാഠിന്യം കുറച്ച് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്
ന്യൂ ലിബറൽസ്. യഥാർത്ഥത്തിൽ തീവ്ര മുതലാളിത്തം, എക്സ്ട്രീം ക്യാപിറ്റലിസം എന്ന് വിളിക്കണമെന്ന് ഐജാസ് അഹമ്മദിനെ പോലുള്ള ചിന്തകന്മാർ പറഞ്ഞിട്ട് അതിനോട് യോജിപ്പാണ് എനിക്കുള്ളത്. അപ്പോൾ എന്തായാലും നവഫാസം എന്നുള്ള പ്രയോഗം ഫാസത്തിൻ്റെ കാഠിന്യത്തെ ലഘൂകരിച്ച് അവതരിപ്പിക്കുകയല്ല, പുതിയ കാലഘട്ടത്തിലെ ഫാസിസം എന്നാണ് ഇതിൻ്റെ. ആ പുതിയ കാലഘട്ടത്തിലെ ഫാസത്തിന് പഴയ കാലഘട്ടത്തിലെ ഫാസത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് ഹിറ്റ്ലറും മുസോളിനിയും വന്നു കഴിഞ്ഞാൽ പിന്നെ തിരഞ്ഞെടുപ്പ് ഒന്നുമില്ല, അവർ പറയുന്നതാണ് അവസാന വാക്ക്. അവിടെ വേറെ കോടതിയില്ല, പത്രങ്ങളില്ല, ഗവൺമെൻറ്റിനെ അക്കൗണ്ടബിൾ ആക്കുന്ന, ഗവൺമെൻറ്റിനോട് കണക്ക് ചോദിക്കുന്ന ജനപ്രതിനിധി സഭയില്ല, കോടതിയില്ല, പിന്നെ മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെ ഉള്ള ഇതൊന്നുമില്ല. ഒരാൾ ഫ്യൂറർ, ഹിറ്റ്ലർ എന്ത് പറയുന്നു അതാണ് നിയമം, മുസോളിനി എന്ത് പറയുന്നു അതാണ് നിയമം. നവഫാസിസ്റ്റുകൾ ചില ജനാധിപത്യ മേലങ്കി കൂടി അണിഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പുകളും വേണ്ടെന്ന് വെച്ചിട്ടില്ല, എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഇടപെടും. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിമാരെ പിടിച്ച്, പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ പിടിച്ച് ജയിലിടും, വേണമെങ്കിൽ ചാനലുകളെ ബാൻ ചെയ്യും, സ്ഥാനാർത്ഥികളെ പിടിച്ച് ജയിലിടും, സ്ഥാനാർത്ഥികൾക്കെതിരായിട്ട് പിന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ അയച്ച് റെയ്ഡുകൾ നടത്തും, അങ്ങനെ ഭീഷണിപ്പെടുത്തും. എന്നാൽ നോക്കുമ്പോൾ കോടതിയുണ്ട്, പാർലമെൻറ്റുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്. അപ്പം ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഘട്ടം ഘട്ടമായി ജനാധിപത്യ സംവിധാനത്തിൻ്റെ എല്ലാ വിജാഗിരികളും ഫാസിസ്റ്റ് സംവിധാനത്തിൻ്റെ പിടിയിലമരും. അപ്പം ആ പ്രക്രിയ ഇന്ത്യയിൽ തുടങ്ങിയിരിക്കുന്നുവെന്നാണ്. ഞങ്ങളുടെ ചില സുഹൃത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിൽ ഫാസിസം പ്രാബല്യത്തിലായി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. പ്രാബല്യത്തിലായി കഴിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ നടത്താൻ കഴിയില്ല, ഇവിടെ പാർട്ടി കോൺഗ്രസ് നടത്താൻ പറ്റില്ല. തെറ്റാണെന്നാണ് എങ്ങനെ CPI പറയുന്നത് ഫാസിസം വന്നു എന്നാണ്. അതെ, അപ്പം അത് തെറ്റി ശരി എന്നുള്ള തർക്കത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ എല്ലാ കാലത്തും നിർവചനം സംബന്ധിച്ചിട്ടുള്ള ആരോഗ്യകരമായ സംവാദം സമൂഹത്തിൽ മാധ്യമങ്ങളിലൂടെ നടക്കും. പക്ഷേ ആ സംവാദം നടക്കുന്നതിനിടയ്ക്ക് ഈ ഫാസിസ്റ്റ് പ്രവണതകളുമായി മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് രാജ്യത്തെ പൂർണ്ണഫാസത്തിൻ്റെ പിടിയിലേക്ക് അമർത്തുന്നത് തടയാൻ വേണ്ട ജോലി നമ്മൾ ചെയ്യാതിരുന്നുകൂടാ. അത് ചെയ്യുന്നു. ഇപ്പം CPM ഇവിടെ പാർട്ടി കോൺഗ്രസ് നടക്കും, മറ്റ് ഇടതുപക്ഷ പാർട്ടികളെല്ലാം ക്ഷണിച്ചു. ഇന്ത്യ ബ്ലോക്ക് ഒരു വർഷത്തോളമായി യോഗമൊന്നും ചേരാതിരിക്കുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമല്ല എന്ന അഭിപ്രായം അറിയിക്കേണ്ടവരെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രതിപക്ഷ സമരനിര BJPക്കെതിരായി, സംഘപരിവാറിനെതിരായി, നവഫാസത്തിനെതിരായി രൂപപ്പെടുത്തുന്ന ജോലി ഗൗരവമായി ചെയ്യുകയാണ് CPIMൻ്റെ 24ാം പാർട്ടി കോൺഗ്രസ് നിർവഹിച്ച കടമ. ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, ദേശീയ രാഷ്ട്രീയം വിട്ട് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു, ഈ ഭരണഘടനാ സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നു, ഇതൊക്കെ നവഫാസിസ്റ്റ് സ്വഭാവമാണെന്ന് CPM പറയുന്നു. അങ്ങനെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നതിൻ്റെ നവഫാസിസ്റ്റ് സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടാണോ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസിനെ CPM കാണുന്നത്? പിണറായി വിജയനെ ആക്രമിക്കാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും പറ്റിയില്ല. പിണറായി വിജയനെ ആക്രമിക്കാൻ ഞാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ, തൃശ്ശൂരിൽ ഒരു പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വന്ന നരേന്ദ്രമോദി കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് വർദ്ധിക്കുന്നു, ഇതിൻ്റെ എല്ലാം ആസ്ഥാനം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്ന് പറഞ്ഞോ ഇല്ലയോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എത്ര ആഭാസകരമായൊരു പ്രയോഗമാണ് പ്രധാനമന്ത്രി നടത്തിയത്. എല്ലാ കള്ളക്കടത്ത് നടന്നാൽ തടയേണ്ടത് കേന്ദ്ര ഏജൻസിയാണ്. അത് മുഴുവൻ നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്ത് വന്നിട്ട് പറയുകയാണ് ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുകയാണെന്ന്. സാധാരണഗതിയിൽ പറയേണ്ടത് ഈ നാടൻ ഭാഷയിലാണ് ഇതിനെക്കുറിച്ച്. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ എല്ലാ അന്വേഷണ ഏജൻസികളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ തെളിവുകൾ എടുത്തിട്ട് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യല്ലേ വേണ്ടത്? അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് BJPയുടെ നേതാവായ പ്രധാനമന്ത്രിക്ക് എന്ത് വിടുവായത്വവും പറയാം, എന്ത് വിവരക്കേടും പറയാം. ഇതുതന്നെയാണ് VD സതീശനും പിന്നെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി ഇവരെല്ലാം ആവർത്തിച്ചിരുന്നത് അവരുടേതായ ഭാഷയിൽ. അപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും CPIMനെയും LDFനെയും ആക്രമിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും BJPയും ഒരുമിച്ചാണ്. എന്നാൽ ഇവരെ കുറ്റം ചെയ്തു എന്ന പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പല നാടകങ്ങളും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. അതെല്ലാം പരാജയപ്പെട്ടു.
മുഖ്യമന്ത്രിയെ തൊടാൻ കഴിഞ്ഞില്ല. അപ്പോഴെന്താ? എങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽപ്പെട്ടവരെ പിടിക്കുക. എന്താണ് ഈ വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം? ഉള്ളി തൊലിക്കുന്ന പോലെ തൊലിഞ്ഞു തീരുന്നതേ ഉള്ളൂ. അത് ഒരു കമ്പനിയുമായി CMRL എന്ന് പറയുന്ന കമ്പനിയുമായും അവർക്ക് ചില സേവനങ്ങൾ, IT സംബന്ധിച്ച ചില സേവനങ്ങൾ അത് കൊടുക്കാം എന്ന് IT രംഗത്ത് ഉന്നത പഠനമെല്ലാം കഴിഞ്ഞ് മറ്റു ചില കമ്പനികളിൽ പ്രവർത്തിച്ചു പരിചയം നേടി മുഖ്യമന്ത്രിയുടെ മകൾ ഒരു സംരംഭകയായി ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ഒരു സംരംഭം തുടങ്ങുന്നു, ഒരു സ്ഥാപനം തുടങ്ങുന്നു. ആ സ്ഥാപനം നിയമപരമായ എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് CMRLുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നു. ആ കരാറനുസരിച്ച് ഒരു മാസം 5 ലക്ഷം രൂപ വെച്ച് ഈ കമ്പനിക്ക് കിട്ടുന്നു. അത് ബാങ്ക് ട്രാൻസ്ഫറാണ്. കമ്പനി കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. അല്ല, ഞാൻ ഇതൊക്കെ പറയട്ടെ. അപ്പോൾ ഒരു വക്കീലിന് ഫീസ് കൊടുത്തു, ആ വക്കീലിൻ്റെ സേവനം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ കേസ് കൊടുക്കണം, CMRL കേസ് കൊടുക്കട്ടെ. അത് കേസ് കൊടുത്താലും അവർ തമ്മിലുള്ളൊരു തർക്കമാണ്, രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ളൊരു തർക്കമാണ്. ഇത് സംബന്ധിച്ച് പരിശോധിക്കാനുള്ള ഒരു ട്രിബ്യൂണൽ, ആ ട്രിബ്യൂണലിൻ്റെ റിപ്പോർട്ട് എൻ്റെ സുഹൃത്ത് വായിച്ചു കഴിഞ്ഞാൽ BJP ഭരണത്തിന് കീഴിൽ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യാൻ എത്ര വൃത്തികെട്ട തരംതാണ രൂപത്തിലാണ് അവർ ആ റിപ്പോർട്ട് എഴുതിയെന്ന് കാണാൻ കഴിയും. ഇത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ട് താഴെ ഒരു വാചകം എഴുതിയിരിക്കുകയാണ്. ഈ കമ്പനിയുടെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമസ്ഥ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് കേരളത്തിലെ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളാണ്. എന്താണ് ആ വാചകത്തിനോടുള്ള പ്രസക്തി എന്ന് പറഞ്ഞാൽ ദാ ഈ ഭാഗത്തേക്ക് പൊയ്ക്കോ, അന്വേഷിച്ചു. അപ്പോൾ ഇത് മുഴുവൻ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവാം. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ നൽകാത്ത സേവനത്തിന് മാസം 5 ലക്ഷം രൂപ വീതം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ്. അങ്ങനെ കൊടുത്തതോ ഈ 5 ലക്ഷം കൊടുക്കുന്നത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കേരള ഗവൺമെൻറ്റിൽ നിന്നും പകരം ഒരു സേവനം കിട്ടണം, അങ്ങനെ എന്തെങ്കിലും സേവനം കിട്ടിയിട്ടുണ്ടോ? ഒരു സേവനവും കിട്ടിയിട്ടില്ല. ഇതൊക്കെ പച്ച പരാമാർത്ഥമാണ്, ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. എന്നിട്ട് വാർത്തകൾ ഉണ്ടാക്കുക. കേരളത്തിലെ ബദൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉമാണ്. അതിൻ്റെ ഏറ്റവും കരുത്തനായ നേതാവാണ് CPIM-ൻ്റെ ഏറ്റവും തലമുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗമായ സഖാവ് പിണറായി വിജയൻ, കേരള മുഖ്യമന്ത്രി. അദ്ദേഹത്തെ അടിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കള്ളക്കടത്ത് പ്രധാനമന്ത്രി പറയുക, ആരും വിശ്വസിക്കുന്നില്ല. ബിരിയാണി ചെമ്പിനെ കുറിച്ചുള്ള കഥ, മറ്റേ ഈന്തപ്പഴത്തിനുള്ളിൽ സ്വർണ്ണക്കള്ളത്ത്, ഖുറാനിൽ സ്വർണ്ണക്കള്ളക്കടത്ത്, ഇതൊന്നും ഞാൻ പറയുന്നു. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കണ്ടതല്ലേ. പിണറായി വിജയൻ എന്ന് പറയുന്ന സംശുദ്ധനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്നത് അദ്ദേഹത്തോടുള്ള വിരോധം കൊണ്ടല്ല, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്, CPIM-ൻ്റെ നേതാവായതുകൊണ്ടാണ്. ഇത് തിരിച്ചറിയാൻ തക്ക രാഷ്ട്രീയമായ പക്വതയും രാഷ്ട്രീയ പൊതുബോധവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. 2-3 ചോദ്യങ്ങൾ കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം കൂടി. സോഷ്യൽ മീഡിയയിൽ അടക്കം കാണുന്നത് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെതിരെ ഒരു ആരോപണം വരുമ്പോൾ പാർട്ടി അതിനെ പിന്തുണച്ചില്ല, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വരുമ്പോൾ പിന്തുണയ്ക്കുന്നു. അങ്ങനെ ഒരു താരതമ്യത്തെ CPM-ൻ്റെ ജനറൽ സെക്രട്ടറി എങ്ങനെയാണ് കാണുന്നത്? ഒന്നും ഒന്നിനോട് താരതമ്യപ്പെടുത്താൻ കഴിയില്ല. ഓരോന്നും വ്യത്യസ്ത സാഹചര്യങ്ങളാണ്. ഓരോന്നും എങ്ങനെ വേണമെന്നുള്ളതും പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. ഇത് അവർ കൈകാര്യം ചെയ്തിട്ട് ഇത് പാർട്ടിക്കും ഗവൺമെൻറ്റിനും എതിരായിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ്. അതുകൊണ്ട് പാർട്ടിയും ഗവൺമെൻറ്റും തന്നെ നേരിടണം. അങ്ങനെ പാർട്ടിക്ക് തീരുമാനിക്കാൻ അവകാശമുണ്ട്. ഇപ്പോൾ തൊഴിലാളി പ്രസ്ഥാനം ആശാസമരം നടക്കുന്നു, 57 ദിവസം പിന്നിടുന്നു. അത് പരിഹരിക്കാൻ വേണ്ടി ചർച്ച നടത്തുന്നുണ്ട്, പരിഹാരം ഉണ്ടാവുന്നില്ല. ഒരു തൊഴിലാളി പ്രസ്ഥാനം എന്ന നിലയിൽ തൊഴിലാളികൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തുമ്പോൾ അതിനകത്തൊരു ഗൗരവം പാർട്ടി എന്ന നിലയിൽ CPM കാണിക്കേണ്ടതല്ലേ? ഗൗരവം പാർട്ടി എന്നുള്ള നിലയിൽ CPM കാണിച്ചിട്ടുണ്ട്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും കാണിച്ചിട്ടുണ്ട്. 3 തവണ ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടന്നു. ഇതിൽ ഏറ്റവും പ്രധാന പ്രശ്നം, ഇതൊരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. ആ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയിൽ ഇവരെ നിർവചിച്ചിട്ടുള്ളത് ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ്. അവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെന്നുള്ളത് ഏറ്റവും ആദ്യം ഉന്നയിച്ചിട്ടുള്ളത് CITU ആണ്, SUCA അല്ല. AITUC ഉന്നയിച്ചിട്ടുണ്ട്, INTUC ഉന്നയിച്ചിട്ടുണ്ട്. കേരളത്തിൽ 25,000-ലധികം ആശാ വർക്കർമാരുണ്ട്. അതിൽ 350-400 500-ൽ താഴെ അംഗങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ഒരാളിപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മേഖലയിലും ഒരു ഫാക്ടറിയിൽ ഇപ്പോൾ ഒരു അവകാശ സമരം ഉണ്ടെങ്കിൽ ഏത് യൂണിയനോട് അവകാശ സമരം നടത്താം.
പക്ഷേ ആ ഫാക്ടറിയിലെ തൊഴിലാളികളുടെ വിഷയമാണെങ്കിൽ സമരം ചെയ്യുന്നതിന് മുമ്പ് അവിടുത്തെ ബാക്കി യൂണിയനുകളുമായിട്ട് സംശയം നമുക്ക് യോജിച്ച് സമരം ചെയ്യാം. ഇപ്പം മെയ് 20-ാം തീയതി ഒരു അഖിലേന്ത്യാ പണിമുടക്കം നടക്കുന്നുണ്ട്, തൊഴിലാളികളുടെ അവകാശം ഉന്നയിച്ചുകൊണ്ടാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ ലേബർ കോഡുകൾക്കെതിരായിട്ടുള്ള സമരമാണ്. ഇവിടെ CITU ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കാം. CITU ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. അല്ല, CITU AITC-യുമായിട്ട് സംസാരിച്ചു, INTUC-യുമായിട്ട് സംസാരിച്ചു. ഇങ്ങനെ BJP-യുടെ സംഘടന ഒഴികെ, BMS ഒഴികെ ബാക്കി എല്ലാ സംഘടനകളും ആലോചിച്ചിട്ടാണ് ഈ സമരം പ്രഖ്യാപിക്കുന്നത്. ഞങ്ങൾ കേമന്മാരാണ്, ഞങ്ങളാണ് തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടി ആദ്യം ശബ്ദം ഉയർത്തുന്നതെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും CITU പ്രഖ്യാപിക്കും? ഇങ്ങനെയല്ല, യൂണിറ്റി അല്ലേ വേണ്ടത്. എന്തുകൊണ്ട് ആശാ വർക്കർമാരുടെ പ്രശ്നത്തിൽ ഒരു യൂണിറ്റ് വേണ്ട? സോഷ്യലിസ്റ്റ് യൂണിറ്റി സെൻറ്റർ മതി, തൊഴിലാളി യൂണിറ്റ് വേണ്ട എന്ന് എന്തുകൊണ്ട് ഇവർ തീരുമാനിച്ചു? വളരെ വ്യക്തമാണ്. കേന്ദ്രത്തിന് ഉത്തരവാദിത്വമുള്ള കാര്യം സംസ്ഥാനത്തിൻ്റെ പെടലിക്കിടുക എന്ന തികച്ചും മര്യാദയില്ലാത്ത ഒരു സമീപനം, അതാണ് എൻ്റെ സഹോദരിമാരവിടെ പിന്തുടരുന്നത്. അത് വെറും നിഷ്കളങ്കമല്ല എന്നുകൂടി ഞാൻ പറയുന്നു. വിമോചന സമരത്തിൻ്റെ കാലത്ത് പല പല സമരങ്ങൾ പല കോണിൽ നിന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരിക. ഒരു സഹോദരി പെൻഷൻ കുടിശ്ശിക വന്നതിനെക്കുറിച്ച് ഒരു ഭിക്ഷാപാത്രവുമായിട്ട് പിന്നെ ഇറങ്ങിയല്ലോ, കനകോലുവിൻ്റെ ഉപദേശം അനുസരിച്ച് പ്രചരിപ്പിക്കാൻ. 18 മാസം പെൻഷൻ കൊടുക്കാതിരുന്നതാണ് UDF ഗവൺമെൻറ്. അപ്പോൾ ഈ സഹോദരി ഉണ്ടായിരുന്നില്ലേ? അന്ന് എന്തായിരുന്നു പെൻഷൻ? അന്ന് 600 രൂപയായിരുന്നു പെൻഷൻ. അത് 18 മാസം കുടിശ്ശിക വരുത്തി 1600 ആരാക്കിയത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. കേരളത്തിന് അവകാശപ്പെട്ട പണം തരാതിരിക്കുന്ന കേന്ദ്രത്തിനെതിരായിട്ട് അല്ലേ ഇവർ സമരം ചെയ്യുന്നത്, ആശാ വർക്കർമാർ സമരം ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ ബഡ്ജറ്റ് 52 ലക്ഷം കോടിയോ മറ്റോ ആണ് അടങ്കൽ. അതിൽ 25 ലക്ഷം കോടി സംയുക്ത പദ്ധതികൾക്കായി സംസ്ഥാനങ്ങൾക്ക് പങ്കിടാനുള്ളതാണ്. തുക എത്ര? വളരെ വലുതാണ്, 25 ലക്ഷം കോടിയാണ്. കേരളത്തിൻ്റെ ജനസംഖ്യ 2.8%. അപ്പോൾ ഇങ്ങനെ സംസ്ഥാനങ്ങൾക്ക് പങ്കുവെക്കാനുള്ള തുകയുടെ 2.8% എങ്കിലും കേരളത്തിന് കിട്ടേണ്ടതാണ്. 2.8% എൻ്റെ ഭാര്യ ബെറ്റിയുടെ സഹായത്തോടു കൂടി ഞാൻ കണക്കൂട്ടി കണ്ടുപിടിച്ചപ്പോൾ 70,000 കോടി വരും. കേരളത്തിന് അനുവദിക്കപ്പെട്ടതോ അതിൻ്റെ പകുതിയിൽ താഴെയാണ്. അപ്പം കേരളത്തിന് നോട്ടടിക്കാൻ പ്രസ്സില്ല, കേന്ദ്രത്തിനുണ്ട്. കേന്ദ്രത്തിന് പിന്നെ കടമെടുക്കാൻ ആരും നിയന്ത്രിക്കാനില്ല. കേരളത്തിനെ വായ്പയെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും കേന്ദ്രം നിഷേധിക്കുകയാണ്. അങ്ങനെ സാമ്പത്തികമായി ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുമ്പോൾ കേന്ദ്രം തരേണ്ട വിഹിതം പോലും ആശാ വർക്കർമാർ കൊടുക്കാനുള്ളത് കേന്ദ്രം നിഷേധിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പ് പോയിരുന്ന് സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇതിൽ കുറ്റവാളി എന്ന മട്ടിൽ ഒരു സമരം നടത്തുന്നത് വഞ്ചനാപരമാണ്. അതിൽ സംശയം ഉണ്ടാകുന്ന എന്താ? ഇത് ചെയ്യാൻ ചുമതലപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിലെ ഒരു പ്രതിനിധി ഇവിടെ വന്ന് ഇവരുമായി പാട്ടുപാടുന്നു, ഉല്ലസിക്കുന്നു, നൃത്തം ചെയ്യുന്നു. പ്രിയപ്പെട്ട മികച്ച അഭിനേതാവെ, ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കാതെ ഞങ്ങളോട് സത്യം പറയൂ, നിങ്ങളെന്താ കേന്ദ്രം തരേണ്ടത്, തരാത്തത് എന്ന് നല്ല വാചാലമായി സംസാരിക്കുന്ന എൻ്റെ സഹോദരിമാരാരെങ്കിലും ചോദിച്ചില്ല. അപ്പോൾ ഇതൊന്നും കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങളുടെ മുമ്പിൽ വിലപ്പോവില്ല. ഇപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ട് കാര്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കും. വഖഫ് ക്രൈസ്തവ സമുദായം തെറ്റിദ്ധരിക്കപ്പെട്ടോ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിൽ എന്ന് തോന്നുന്നുണ്ടോ? തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ, അവർ സ്വയം തെറ്റിദ്ധരിക്കാൻ സന്നദ്ധരായതാണോ എനിക്കറിഞ്ഞുകൂടാ. അവരോട് പറയാനുള്ളത്, ഒന്ന്, വഖഫ് നിയമം അതിലെന്തെങ്കിലും ഭേദഗതി വരുത്തണം എന്ന് BJPക്ക് തോന്നി, വഖഫ് നിയമത്തിൽ അപാകതയുണ്ടെന്ന് BJPക്ക് തോന്നിയാൽ ആദ്യം വഖഫ് നിയമം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ജീവകാരുണ്യ പ്രവർത്തനത്തിനായും പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായിട്ടുമൊക്കെ വിനിയോഗിക്കാൻ ഉള്ള സ്വത്ത് ആണ് വഖഫ് സ്വത്ത്. അതുമായി ബന്ധപ്പെട്ട നിയമത്തിൽ മാറ്റം വരണമെങ്കിൽ ആ സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ജനപ്രതിനിധികളുമായും സാമുദായിക നേതാക്കന്മാരുമായി സംസാരിച്ച് നമുക്കിതിനെ ഒന്ന്, ഞങ്ങളിതായി കാണുന്ന ഇന്ന അപാകതയുണ്ട്, ഇതൊക്കെ മാറ്റി നമുക്കിതിനെ ഒന്ന് നേരെയാക്കാമെന്ന് പറഞ്ഞ് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തി ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ BJP അതല്ല. BJP എങ്ങനെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാം, എങ്ങനെ ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തി 80% രാഷ്ട്രീയമായിട്ട് സ്വന്തം പിന്നിൽ അണിനിരത്താം. അങ്ങനെ അണിനിരത്താൻ കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു പ്രശ്നവുമില്ല. യോഗി ആദിത്യനാഥ് UP തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് 80% 20% തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ്. പച്ചയായി വർഗീയത പറയുക.
ആ പച്ചയായി വർഗീയത പറയുന്ന സംഘപരിവാറിൻ്റെ RSSൻ്റെ BJPയുടെ പദ്ധതിയാണ് ഈ വഖഫ് നിയമം എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ കാത്തലിക് ബിഷപ്സ് കൗൺസിലിന് കഴിയാത്തതാണോ? അതോ ഈ നിയമം വന്നു കഴിഞ്ഞാൽ മുനമ്പം പ്രശ്നമെല്ലാം ഈ ബിഷപ്പുമാരെ ഇച്ഛിക്കുന്ന താല്പര്യമെടുക്കുന്ന തരത്തിൽ പരിഹരിക്കപ്പെടുമെന്നുള്ള അബദ്ധധാരണ അവർക്കുണ്ടായതുകൊണ്ടാണോ എന്നെനിക്കറിഞ്ഞുകൂടാ. തിരുത്തണോ? അവരെ സംബന്ധിച്ചിടത്തോളം അവരിതിനെക്കുറിച്ചെല്ലാം ആലോചിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം 700-ലധികം ആക്രമണങ്ങൾ ക്രിസ്തുമത വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരായിട്ട് നടന്നിട്ടുണ്ട്. സ്റ്റാൻ സ്വാമിയെ ജയിലിലിട്ട് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് BJP ഭരണത്തിന് കീഴിലുള്ള നീതിന്യായ സംവിധാനം. മണിപ്പൂരിൽ എത്ര പള്ളികൾ കത്തിച്ചു എന്നുള്ളതിൻ്റെ കണക്ക് ഞാൻ പറയും. ഇതെല്ലാം വെറും അക്കങ്ങളായിട്ട് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒഡീഷയിലെ നമ്മുടെ ഗ്രഹാം സ്റ്റെയിൻസും കുടുംബവും കത്തിച്ച് കൊലപ്പെടുത്തപ്പെടുകയല്ലേ ചെയ്തു. അപ്പോൾ എനിക്ക് ബഹുമാനരായ ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുന്ന ബഹുമാനരായ പുരോഹിതന്മാരോട് പറയാനുള്ളത്, അവർ രണ്ട് കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, ജർമ്മനിയിലെ പാസ്റ്റർ നീമോളർ ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു. ഞാൻ അനങ്ങിയില്ല, കാര്യം ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ, അവരെ കൊണ്ടുപോയിക്കോട്ടെ. പിന്നെ ജൂതന്മാരെ തേടി വന്നു, പിന്നെ സോഷ്യലിസ്റ്റുകളെ തേടി വന്നു എന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാചകങ്ങളുണ്ട്. അത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നപ്പോൾ ഞാൻ അനങ്ങിയില്ല, കാര്യം എന്നെ അല്ലല്ലോ. അവസാനം എന്നെ പിടിക്കാൻ വന്നപ്പോൾ ശബ്ദിക്കാൻ ആരും ഉണ്ടായില്ല എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഈ കാത്തലിക് ബിഷപ്പ് കൗൺസിലിൻ്റെ നേതാക്കന്മാർ വായിക്കേണ്ടത് മാധവ സദാശിവ ഗോൾവൾക്കർ എഴുതിയ വിചാരധാര എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു അധ്യായമാണ്. 3 ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം. അതിൽ ഒന്നാമത്തെ ശത്രുക്കൾ മുസ്ലിങ്ങളാണ്, രണ്ടാമത്തെ ശത്രുക്കൾ ക്രിസ്ത്യാനികളാണ്, മൂന്നാമത്തെ ശത്രുക്കൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ എനിക്ക് ഇക്കാര്യത്തിൽ വലിയൊരു പ്രതിഷേധമുണ്ട്. കാര്യം ഒന്നാമത്തെ ശത്രുക്കളായിട്ട് എന്തുകൊണ്ട് ഞങ്ങളെ RSS പരിഗണിച്ചില്ല എന്ന കാര്യത്തിൽ എനിക്ക് വലിയ പ്രതിഷേധവും ദുഃഖവുമുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ RSSന് വളരെ കൃത്യമായൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ചിലരിൽ നിന്നും അവർ കുറച്ചു കാലം മറച്ചു വെക്കും. ഞങ്ങൾ ഇവരെയാണ് കൈകാര്യം ചെയ്യുന്നത് പറയുമ്പം, ഇപ്പോൾ തൃശ്ശൂരിലൊക്കെ വോട്ട് നോക്കുമ്പോൾ പിന്നെ ചില ബൂത്തുകൾ, ആ ബൂത്തുകളുടെ ഒരു സാമൂഹ്യ സ്വഭാവം നോക്കുമ്പോൾ അവിടെ ഇത്രയധികം വോട്ട് BJPയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടാനായിട്ട് യാതൊരു സാധ്യതയില്ല. കാര്യം ആഭ്യന്തര ശത്രുക്കൾ രണ്ടാമത്തെ ആളുകളാണ് അവിടെ മഹാഭൂരിപക്ഷം, പക്ഷെ വോട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് വളരെ അപകടകരമായ സ്ഥിതിയാണ്. അതുകൊണ്ട് ഈ പാർട്ടി കോൺഗ്രസ് എടുത്തിട്ടുള്ളൊരു തീരുമാനം വിശ്വാസികളെ വർഗീയ ശക്തികൾക്ക് വിട്ടുകൊടുത്തുകൂടാ. ഇസ്ലാമിൽ ക്രിസ്തുവിൻ്റെ പാതയിൽ പിന്നെ ഉപനിഷത്തിൻ്റെ പാതയിൽ ഒക്കെ അണിനിരന്നിട്ടുള്ള ഓരോ മതത്തിലെയും വിശ്വാസികളുണ്ട്. ആ വിശ്വാസികൾ വർഗീയവാദികളല്ല. അവരെ വർഗീയവാദികൾ അടിച്ചുകൊണ്ട് പോകാതെ നോക്കേണ്ട ചുമതല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ പാർട്ടികൾക്കും ഉണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വർഗീയതയെ തുറന്നു കാണിക്കുക, എതിർക്കുക എന്നുള്ളതാണ് സമീപനം. അതിന് നിങ്ങളെപ്പോലുള്ളവരെല്ലാം പിന്തുണ ഉണ്ടാകും. ഈ പേരിനെ കുറിച്ചുകൂടെ ചോദിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കും, ഒരു അധിക സമയം എടുക്കത്തില്ല. ഈ മറിയം അലക്സാണ്ടർ ബേബി എന്ന ഗംഭീരമായ പേര്, അത് ചുരുങ്ങി MA ബേബി ആയത് ഏത് കാലഘട്ടത്തിലാണ്? എന്നെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തത് എൻ്റെ ഒരു ചേട്ടൻ ബാബു എന്ന് പേരുള്ള ആളാണ്. അപ്പം ചേട്ടൻ്റെ പേര് ബാബു എന്നായപ്പം എൻ്റെ വീട്ടിലെ വിളിപ്പേരായിട്ടുള്ള ബേബി ആയിക്കോട്ടെ എൻ്റെ പേരെന്ന് തീരുമാനിച്ചു. അതെനിക്ക് വലിയൊരു ഭാഗ്യമായിരിക്കുകയാണ്. കാരണം സങ്കല്പിക്കാൻ കഴിയാത്ത പിന്തുണയാണ് എനിക്ക് കിട്ടുന്നത്. കാരണം സ്ത്രീകൾ, ഞാൻ SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ SFIക്കാരായിട്ടുള്ള വിദ്യാർത്ഥിനികൾ വിമൻസ് കോളേജിൽ പ്രകടനം നടത്തി. ഒരു പെൺകുട്ടി ഇത് SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്നു. കാര്യം ബേബി എന്ന് കേട്ടപ്പോൾ അവർ വിചാരിച്ചു പെൺകുട്ടിയാണ്. അപ്പോൾ ഞാൻ മറച്ചു വെച്ചു. അന്ന് പിന്നെ ഈ ഫോട്ടോയും ടെലിവിഷനും ഒന്നുമില്ല, അതുകൊണ്ട് ഈ സംസ്ഥാന പ്രസിഡൻ്റിൻ്റെ മുഖമൊന്നും കാണില്ല. പിന്നെ ഞാൻ ഒരു വിദേശയാത്രയ്ക്ക് പോയപ്പോൾ ഒരു അംബാസിഡർ എനിക്ക് അവരുടെ MP ആയിരിക്കുന്ന സമയത്താണ്, അവിടെ ഡിന്നറൊക്കെ തന്നു. സ്ത്രീയാണ്, ഉത്തരേന്ത്യക്കാരിയ സ്ത്രീയാണ്. എന്നിട്ട് അവർ ഇപ്പം ഞങ്ങൾ തമ്മിലുള്ള സ്വതന്ത്രമായിട്ടെല്ലാം സംസാരിച്ചപ്പം അവർ പറഞ്ഞു, അപ്പം ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല എന്ന് വിചാരിക്കുന്നു, അങ്ങ് ഏത് മതത്തിൽപ്പെട്ട ആളാണ്, ഏത് ജാതിയിൽപ്പെട്ട ആളാണ് ചോദിച്ചു. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അംബാസഡർ IFS എടുത്ത ഒരു മഹതി ചോദിക്കുകയാണ്. അവർക്ക് ജിജ്ഞാസ, ജാതിയും മതവും അറിയാം. ചിലപ്പോൾ അക്കാഡമിക് സെൻസും ഉണ്ടാവാം. എന്തായാലും ഇങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് M-ലും A-ലും മതം തിരിച്ചറിയാനുള്ള സാധ്യതകൾ ഒളിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, എല്ലാവിധ ഭാവങ്ങളും.